our lives. ഞങ്ങൾ വളരെ ഡെസ്പറേറ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആസ് സിംഗേഴ്സ്. ഞാനും അത് എൻ്റെ വൈഫ് ശ്രുതിയുണ്ട്. We are going through our post-COVID phase. Our first COVID and കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണ്. കോവിഡിന്റെ സമയത്ത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് കോവിഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട പ്രശ്നമില്ലായിരുന്നു. നിങ്ങളോടിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ ശബ്ദം എനിക്കുണ്ട്. But I lost control over my voice. ഞാൻ രണ്ടുപേർക്ക് sing. നമ്മൾ പാടുന്നത് നമ്മൾ എത്ര പേര് പാടുന്നുണ്ട്? എങ്ങനെയാണ് നമ്മൾ പാടുമ്പോൾ in our brains we think of the melody and brain the signal vocal cord it just vibrates, lungs in the air വരുന്നു, vibrate ചെയ്യുന്നു, പോകുന്നു. But ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ തൊണ്ടയിൽ വന്നില്ലേ? ഞാൻ ബ്ലണ്ടറായിരിക്കും പാടാം. സിമ്പിളായിട്ടുള്ള പാട്ടുകൾ പോലും ഞങ്ങൾ രണ്ടുപേർക്കും പാടാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ. ഞങ്ങളോടെ ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ രണ്ടുപേരും ഈ മിനിസ്ട്രിയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ 30s ഞങ്ങൾക്ക് ഈ പാടാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. സത്യം പറഞ്ഞാൽ ഈ പണിയല്ലാതെ ഒരു പണി ഞാൻ കഴിയുന്നു. പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ഫാമിലിയെ മുമ്പോട്ട് പോകും? ചോദ്യമാണ്. ശ്രുതിയും ഇതേ കണ്ടീഷനിലൂടെ പോവുക. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഡയഗ്നോസ്റ്റിക്, അതായത് ഞങ്ങളുടെ ബോഡി മൊത്തം മസിൽ ഫാറ്റിക് ആയിട്ട് തളർന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. സോ ഇറ്റ് ഈസ് അൺഎബിൾ ടു റെസ്പോണ്ട് ടു അവർ ബ്രെയിൻ സിഗ്നൽസ്. എഫിഷ്യൻ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഇറ്റ് ജസ്റ്റ് ടേക്സ് ടൈമിന് തിരിച്ചു വരും. ബട്ട് ആ സമയങ്ങളൊക്കെ ഇവർ ലൈക്ക് ഹാൻഡിക്യാപ്ഡ് സിംഗേഴ്സ്. നിങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ പാടുന്നതൊക്കെ തെറ്റാണ് പാടുന്നത്. പലരും പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഉഴപ്പാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല. ആ സമയത്ത് ശ്രുതി ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ പാടാനായി എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. അവൾ ഈ പാട്ടിൻ്റെ റഫ് വേർഷൻ കിട്ടി. അവളാണ് ഇത് ഒറിജിനൽ പാടേണ്ടത്. പാടാനായിട്ട് നിൽക്കുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ പാടും? എനിക്ക് ഹൈ ഉണ്ട്, ഈ കോറസ് ഒക്കെ ഇച്ചിരി ഹൈ ആണ്, എനിക്കിത് എങ്ങനെ പാടാൻ പറ്റും? ഐ ഡോണ്ട് നോ. ബട്ട് ദിസ് സോങ് ഇസ് സോ ഗുഡ്. ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് തന്നെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ വി വിൽ ഡിസപ്പോയിന്റ് പ്രൊഡ്യൂസർ, ദ സോങ് റൈറ്റർ. അന്ന് സ്റ്റുഡിയോയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരുന്നു ഈ പാട്ട്. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ്റെ ഭാവിയെല്ലാം കാണാൻ കാര്യങ്ങളില്ല, നിരാശ എന്നെ തൊടുകയില്ല, പ്രത്യാശ അതിന് വർദ്ധിക്കും. അത് ഞങ്ങൾ ഭയന്നിരിക്കുക. എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ, ഹൗ വിൽ ഐ ഫേസ് മൈ ടുമോറോ? ബട്ട് ബിക്കോസ് ഹി ലിവ്സ് വി ക്യാൻ ഫേസ് അവർ ടുമോറോ. ഈ പാട്ട് ഞങ്ങൾ പിടിച്ചു നിർത്തി. ശ്രുതി നോർമലി പാടുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഈ പാട്ട് പാടിക്കുന്നു. ആൻഡ് ഇറ്റ് ജസ്റ്റ് വെന്റ് ഔട്ട്. രോഗങ്ങൾ, ക്ഷീണം എല്ലാം മാറിയെടുത്ത് ജയാളിയായവനാണ് നമുക്ക് വൈദ്യനായിട്ട്. Why worry? We have a worthy Savior, we have a worthy God. And our God still lives, miracles still happen, and all we need is to just believe in the impossible. God is good. God is always good. Amen. Thank you.